എല്ലാവർക്കും നമസ്കാരം. 10th മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് ചാപ്റ്ററിലെ വർക്ക്ഷീറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു വർക്ക്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ വർക്ക്ഷീറ്റ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ചെയ്ത് നോക്കുക. എക്സ്ട്രാ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സെക്കൻഡ് വർക്ക്ഷീറ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. One side of a rectangle is 2 meter longer than other side and its area 48 meter square. If one side is x, then write the equation. Find the length of sides. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മറ്റേ സൈഡിനേക്കാളും 2 മീറ്റർ ലോങ് ആണ്. അതങ്ങനെ നമ്മൾ റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നുണ്ട്? എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സൈഡ് എങ്ങനെയാണ്? ആദ്യത്തെ സൈഡിനേക്ക് 2 മീറ്റർ കൂടുതലായിരിക്കുന്നു. അപ്പൊ എങ്ങനെ വരും? രണ്ടാമത്തെ സൈഡ് നമുക്ക് x+2 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അതിന്റെ ഏരിയയും തന്നിട്ടുണ്ട്, 48 മീറ്റർ സ്ക്വയർ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യമേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൺ സൈഡ് എക്സ് ആവുകയാണെങ്കിൽ റൈറ്റ് ദ ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ആദ്യത്തെ സൈഡ് നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ എങ്ങനെയാണ്? രണ്ടാമത്തെ സൈഡ് x+2 ആണ് വരുന്നത്. അപ്പം ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? ഏരിയ എന്നല്ലേ? അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്? ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇല്ലേ? ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എക്സ് ഇൻറ്റു x+2 ഇല്ല, അത് എത്രയാണ്? 48 തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു x+2 ഈസ് ഈക്വൽ ടു 48 എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് x² പ്ലസ് 2x ഈസ് ഈക്വൽ ടു 48 ഓർ x² പ്ലസ് 2x മൈനസ് 48 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ എന്താണ്? ഇക്വേഷൻ നമ്മൾ എഴുതി ആദ്യത്തെ സെക്ഷനായി. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ്സ്. സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡ് തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഈ ഇക്വേഷൻ നമുക്കറിയാം a+b അല്ലേ? a+b എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഈ ഇക്വേഷൻ അനുസരിച്ച് a+b എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ വരുന്നത് അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതാണ് 2 ആണ് വരുന്നത്. അതുപോലെ തന്നെ എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -48 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? a-b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? a+b ദ ഹോൾ സ്ക്വയർ -4ab. ഈ ഒരു രീതിയിലാണ് പഠിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുള്ള ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡ് നമുക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a+b നമുക്കറിയാം എത്രയാണ്? 2 ആണ്. അപ്പം 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ -48 ആണല്ലേ? അപ്പം -48. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. 4 മൈനസ് 48 ഇൻറ്റു 4 വരും അല്ലേ? 48 ഇൻറ്റു 4 വരുമ്പോൾ എത്രയാണ് വരുന്നത്? 192 വരും. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ്, അതുകൊണ്ട് നമ്മൾ പ്ലസ് ആവും. അപ്പം 190 പ്ലസ് 192 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 196 വരും. അതായത് a-b ദ ഹോൾ സ്ക്വയർ ആണ് നമുക്കിവിടെ 196 വന്നത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? a-b എങ്ങനെ എഴുതാൻ സാധിക്കും? therefore a-b എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ സാധിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് ഇല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 196 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 14 എന്ന് വരും ഇല്ലേ? അപ്പം a-b നമുക്ക് എത്ര കിട്ടി? 14 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി a+b അവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ? 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം a+b ഈസ് ഈക്വൽ ടു 2 ആണ്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാലോ. എന്നും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബി 2 ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ 2a ഈസ് ഈക്വൽ ടു 16 എന്ന് വരും. ഓർ a ഈസ് ഈക്വൽ ടു 16/2 എത്ര വരും? 8 എന്ന് വരും. അപ്പൊ എന്താണ്? a എന്ന് പറഞ്ഞിരിക്കുന്നത് 8 വന്നു ഇല്ലേ? അങ്ങനെയാവുകയാണെങ്കിൽ അതായത് അവിടെ ഇത് നമുക്ക് എഴുതാം. a ഈസ് ഈക്വൽ ടു 8 ആണ്. അപ്പൊ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാലോ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതിയല്ലോ. അതായത് a+b ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അതിൽ എയുടെ സ്ഥാനത്ത് 8 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബി കിട്ടുമല്ലോ ഇല്ല? അപ്പൊ ബി ഈസ് ഈക്വൽ ടു 2. ഈ എപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എ വരും. 2 മൈനസ് എ വരും. അത് 2 മൈനസ് 8 എന്ന് വരും അല്ലേ? 2 മൈനസ് 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? -6 വരും. അതായത് ബിയുടെ വാല്യൂ എത്ര വന്നു? -6 എന്ന് വന്നു. അതായത് എയുടെ വാല്യൂ 8 എന്നും വന്നു. ബിയുടെ വാല്യൂ എത്രയാണ്? -6 എന്നും വന്നു. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? x² പ്ലസ് 2x മൈനസ് 48 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x+8 അല്ലെ? x+8 എന്നും അതുപോലെ തന്നെ x - 6 എന്നും എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? x+8ഉം x - 6ഉം അല്ല. അപ്പം ദാറ്റ് ഈസ് x ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും? അല്ലെങ്കിൽ x ഈക്വൽ ടു
-8 എന്നും ഇത് 6 എന്നും വരും. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പം 6 ആയിട്ട് എടുക്കുക. എക്സിന്റെ വാല്യൂ നമ്മൾ 6 ആയിട്ട് എടുക്കും. അതായത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 ആണ്. അപ്പൊ x + 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 6 + 2 അതായത് 8 എന്നും വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ വൺ സൈഡ് അല്ലെ, വൺ സൈഡ് എക്സിന്റെ വാല്യൂ എത്രയാണ് 6 ആണ്. അപ്പൊ അതർ സൈഡ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സൈഡ് ഏതാണ്? x + 2 വരും അല്ലെ. നെക്സ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? x + 2 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ സൈഡ്സ് എത്രയാണ്? സൈഡ്സ് ആർ 6 ആൻഡ് 8 എന്നും വരും. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്നുണ്ടല്ലോ, ഇവിടുന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കറിയാം ഈ 48 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് AB മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതാണ് 48. ഇവിടെ വരുന്ന എക്സിന്റെ കോയിഫിഷ്യന്റ് ആയി വരുന്നത് എങ്ങനെയാണ്? ടേംസ് ആഡ് ചെയ്ത് A + B ആണ് വരുന്നത്. അപ്പൊ 48 വരണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുവാണ് വേണ്ടത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സുകളാണ് വരുന്നത്? 48ന് നമുക്കറിയാം 6ഉം 8ഉം ഇല്ലേ, 6ഉം 8ഉം വരും. മനസ്സിലായല്ലോ? നമുക്കറിയാം എക്സ് ഇല്ലേ, എക്സ് മൈനസോ അല്ല എക്സ് പ്ലസോ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുക. ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതി, എക്സ് മൈനസും പ്ലസും ഒന്നും ഇട്ടില്ല, ഇങ്ങനെ അങ്ങ് എഴുതിയിരിക്കുകയാണ്. അപ്പം 8ഉം 6ഉം വന്നു. അപ്പൊ 8 6 48 വന്നു. 48 വരുമ്പോൾ മൈനസ് വരണം. അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ സാധിക്കും ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്. ഇനി ഏതാണ് പ്ലസ് ഏതാണ് മൈനസ്? നമുക്കറിയാം ആഡ് ചെയ്യുമ്പോൾ ഏതാണ്? ഇവിടെ ഇത് വരണല്ലോ. ആഡ് ചെയ്യുമ്പോൾ A + B എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 2 വരണം. ആഡ് ചെയ്യുമ്പോൾ 2 വരണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പ്ലസ് വരേണ്ടത്, ഏതായിരിക്കും മൈനസ് വരേണ്ടത്? അപ്പൊ വലുതിനായിരിക്കുമല്ലോ പ്ലസ് വരേണ്ടത്. ഇതാ ഇങ്ങനെയല്ലേ? ഇതാ നോക്കിക്കേ, 8 6 48. ഇതാ ഇത് മൈനസും പ്ലസും വന്നുമ്പോൾ -48 വന്നു. ഇതാ അത് തമ്മിൽ ആഡ് ചെയ്തു. -6ഉം +8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ +2 വരും. അപ്പൊ അതാ ഈ രീതിയിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഇത്രയും നേരം ഈ ഇത് വെച്ചിട്ടല്ലേ കണ്ടുപിടിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പം സ്കൂളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലാന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടുന്ന് തന്നെ. x - 6ഉം x + 8 എന്നും നമ്മളിവിടെ കിട്ടില്ല. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എഴുതാം x = 6 എന്നും x = -8 എന്നും എഴുതാൻ സാധിക്കും ഡയറക്റ്റ് ആയിട്ട്. മൈനസ് വാല്യൂ നമ്മൾ ഒരിക്കലും എടുക്കാറില്ല, പ്ലസ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് സൈഡ് കിട്ടുകയും ചെയ്യും. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മെത്തേഡും അഡോപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 4 മോർ ദാൻ ദ അതർ സൈഡ്. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 140 സ്ക്വയർ മീറ്റർ. ദ സ്മോൾ സൈഡ് ഈസ് x, then write the equation. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് കേട്ടോ. അതാ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ റെക്ടാംഗിൾ ആണ്. സ്മോൾ സൈഡ് എന്ന് പറഞ്ഞാൽ x ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതർ സൈഡ് എങ്ങനെയാണ്? 4 മോർ ദാൻ ദ അതർ സൈഡ് എന്ന് പറഞ്ഞാൽ x + 4 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? x × x + 4 അല്ലേ, ഈസ് ഈക്വൽ ടു എത്രയാണ്? 140 എന്ന് വരും. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? x² + 4x ഈസ് ഈക്വൽ ടു 140 എന്ന് വന്നു. ദെൻ x² + 4x - 140 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡ് തന്നെ എടുക്കാം കേട്ടോ. അതിൽ നിന്ന് തന്നെ ഇങ്ങനെയാണ് A + B. A + B എത്രയാണ് ഇവിടെ? 4 അല്ലേ. A + B 4 ആണ്. ദെൻ AB എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -140 ആണ്. മനസ്സിലായല്ലോ? എങ്ങനെയാണ്? A - B² ഈസ് ഈക്വൽ ടു A + B² - 4AB. It is equal to A + B എത്രയാണ്? 4 ആണ്. 4² - 4 × AB എന്ന് വെച്ചാൽ 140 -140 ആണ് അല്ലേ. അപ്പൊ അങ്ങനെ എഴുതി. That is equal to 16 - 140 × 4. 140 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 560 വരും കേട്ടോ. 560 ആണ് വരുന്നത്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പം പ്ലസ് വരും. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 560 + 16 എന്ന് പറയുമ്പോൾ 576 വരും കേട്ടോ. 576. അതായത് A - B² ആണ് കിട്ടിയത്. അപ്പൊ A - B എത്രയാണ് വരുന്നത്? √576 എത്രയാണ് വരുന്നത്? 24 എന്ന് വരും അല്ല. അപ്പൊ A - B നമുക്ക് ഇവിടെ കിട്ടി. A - B എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 24 എന്ന് വന്നു. A + B നമുക്കിവിടെ ഓൾറെഡി അറിയാം എത്രയാണ്? 4 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഇത് B രണ്ടും പോവും. അപ്പൊ 2A ഈസ് ഈക്വൽ ടു എത്രയും 28 വരും. A ഈസ് ഈക്വൽ ടു 28/2 എത്ര വരും? 14 എന്ന് വരും. അപ്പൊ എയുടെ വാല്യൂ എത്രയാണ്? 14. 1 കിട്ടി. മനസ്സിലായല്ലോ? ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് A + B ഈസ് ഈക്വൽ ടു 4 ആണ്. എയുടെ വാല്യൂ 14 കിട്ടി.
14 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4 എന്ന് വന്നു. ഓർ ബി ഈസ് ഈക്വൽ ടു എത്ര വരും? 4 മൈനസ് 14 ദാറ്റ് ഈസ് ഈക്വൽ ടു -10. ബിയുടെ വാല്യൂ എത്രയാണ്? -10 എന്നും വന്നു. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് എഴുതാൻ സാധിക്കും? അതായത് നേരത്തെ എഴുതിയ പോലെ തന്നെ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 140 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 14ഉം അതുപോലെ തന്നെ എക്സ് മൈനസ് 10ഉം ആണ്. അപ്പൊ ഏതൊക്കെയാണ്? എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ വരും? -14ഉം വരും, എത്ര വരും? 10ഉം വരും എക്സിന്റെ വാല്യൂ. അതിലെ പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുക്കും, അതായത് എക്സ് എന്ന് പറയുന്നത് 10 ആയിട്ട് എടുക്കുന്നു. അപ്പൊ എക്സ് പ്ലസ് 4 ഇവിടെ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 4 വരും, 14 വരും. മനസ്സിലായല്ലോ? അപ്പൊ സൈഡ്സ് ഇല്ലേ, സൈഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? സൈഡ്സ് ആർ ഇല്ലേ, സൈഡ്സ് എത്രയൊക്കെയാണ് വരുന്നത്? 10 സെന്റിമീറ്റർ അല്ലേ, 10 സെന്റിമീറ്റർ. അതുപോലെ തന്നെ സെന്റിമീറ്ററിലാണ്, സ്ക്വയർ സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പം 10 സെന്റിമീറ്റർ, അതുപോലെ തന്നെ അതർ സൈഡ് 14 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. അപ്പം മനസ്സിലായല്ലോ? അപ്പം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഇതാണ്. നമുക്ക് വിത്തിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. 140 വരണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കിയേ. 14ഉം 10ഉം വരാം ഇല്ലേ, 14ഉം 10ഉം വരാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും. ഇനി നമുക്കറിയാം എക്സ് ഞാൻ അവിടെ എഴുതുവാണ് കേട്ടോ, ഇങ്ങനെ എഴുതുവാണ്. ഇതാ നോക്കിയേ, ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ ഒരെണ്ണം നെഗറ്റീവ് ആണ്, ഒരെണ്ണം പോസിറ്റീവ് ആണ്, നമുക്ക് മനസ്സിലായി ഇല്ലേ? അപ്പൊ നമുക്ക് ഏതിന് പോസിറ്റീവ് ആണ്, ഏത് നെഗറ്റീവ് വരണം? അതെ, വലിയ വാല്യൂവിന് പോസിറ്റീവ് വരണം. അപ്പൊ ഇതാ നോക്കി, ഇവിടെ +4 അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കാമല്ലോ. 14ന് 10 പോയി കഴിഞ്ഞാൽ +4 വരും. മൾട്ടിപ്ലൈ ചെയ്താൽ 140 വരും. അതായത് നമ്മൾ എഴുതിയ കാരണം എക്സ് പ്ലസ് 14ഉം എക്സ് മൈനസ് 10ഉം ഇല്ല, അത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയുമെങ്കിൽ അങ്ങനെ എഴുതുക. സ്റ്റെപ്പായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. എങ്കിലും ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ മനസ്സിൽ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കിയും കൂടെ ഇരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സം ഓഫ് ദി ഏരിയ ഓഫ് 2 squares is 80. The sum of its perimeter is 48. The sides are x and y. Then what is x plus y? അപ്പോൾ form an equation representing the sum of the areas. Find the sides of the squares എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 സ്ക്വയർ ആണ് കേട്ടോ, 2 സ്ക്വയർ. സപ്പോസ് ഇത് കണ്ടില്ലേ, ഇതൊരു സ്ക്വയർ ആണ്, നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യണം. 2 സ്ക്വയർ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 സ്ക്വയർ ആണ്. അതിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും ആണെന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്ക്വയറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു, രണ്ടാമത്തേനെ ഞാൻ വൈ എന്നും എടുത്തു. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് സം ഓഫ് ദി ഏരിയ ഓഫ് 2 സ്ക്വയർ. അപ്പൊ ആദ്യത്തേന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഏരിയ ആദ്യത്തേന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എക്സ് സ്ക്വയർ എന്ന് വരും. രണ്ടാമത്തേന്റെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? വൈ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇതിന്റെ സം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ സ്ക്വയേഴ്സിന്റെ സം 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിമീറ്ററും 48 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? സൈഡ്സ് എക്സും വൈയും ആണെങ്കിൽ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അത് എത്രയാണ്? 80 ആണ്. പെരിമീറ്റർ എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പെരിമീറ്റർ 4x വരും. ഇതിന്റെ പെരിമീറ്റർ എങ്ങനെയാണ്? 4y എന്നും വരും ഇല്ലേ? അപ്പൊ അതിന്റെ സം 48 ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 48 എന്ന് എഴുതാം ഇല്ലേ? 4 കോമൺ ആയതുകൊണ്ട് വെളിയിലെടുത്തു. 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 48 എന്ന് എഴുതി. ഓർ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 48 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 12 കിട്ടി. അപ്പൊ അതല്ല ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് സൈഡ്സ് ആർ എക്സ് ആൻഡ് വൈ ആവുകയാണെങ്കിൽ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ എന്നാണ് ചോദിച്ചത്. അപ്പൊ എക്സ് പ്ലസ് വൈ എത്രയാണ്? 12 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോം ആൻ ഇക്വേഷൻ റെപ്രസെന്റ് ദി സം ഓഫ് ഏരിയാസ്. ഏരിയാസിന്റെ വെച്ചിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എഴുതിയായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 80 ആണെന്ന് എഴുതിയായിരുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? അതാ നോക്കിയാൽ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സ് പ്ലസ് വൈ ഉണ്ടല്ലോ, ഈ എക്സ് പ്ലസ് വൈ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ സാധിക്കും. 12 മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ ഇല്ലേ? അപ്പൊ ആ വൈയുടെ വാല്യൂ നമ്മൾ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും നോക്കിയേ? എക്സ് സ്ക്വയർ പ്ലസ് വൈന്റെ സ്ഥാനത്ത് എങ്ങനെ വരും? 12 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 80. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് 144 മൈനസ് എത്ര വരും? 24x മൈനസ് മൈനസ് അല്ല ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 80 എന്ന് വരും. ഈ 80നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. ഇവിടെ ഒരു എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പം 2x സ്ക്വയർ വരും. 2x സ്ക്വയർ മൈനസ് 24x
പ്ലസ് 144 ഈ -8 ഇങ്ങോട്ട് കൊണ്ടു ഈക്വൽ ടു 0. അപ്പൊ എങ്ങനെ ഒരു ഇക്വേഷൻ എന്താന്ന് നോക്കിയേ, 2x² മൈനസ് 24x. ഇത് എത്രയാണിത് ചെയ്യുമ്പോൾ വരുന്നത് 64 എന്ന് വരും ഇല്ലേ, പ്ലസ് 64 എന്ന് വരും ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. നമ്മള് ഈ ഇവിടെ x² കോയിഫിഷ്യന്റ് അവിടെ 2 കിടപ്പുണ്ടല്ലോ, അതിന് നമ്മൾ മാറ്റുവാണെന്ന് ഡിവൈഡ് ബൈ 2, എല്ലാത്തിനും ഡിവൈഡ് ബൈ 2 ചെയ്യും. അപ്പം x² വരും. ഇവിടെ 24/2 വരുമ്പോൾ 12 വരും, 12x. 64/2 എന്ന് വരുമ്പോൾ 32 വരും ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ. അപ്പം ഇക്വേഷൻ ആയില്ലേ, സം ഓഫ് ഏരിയാസിന്റെ ഒരു സെക്കൻഡ് ഡിഗ്രി ഫോമാറ്റിലുള്ള ഇക്വേഷൻ ആയി. x² മൈനസ് 12x പ്ലസ് 32 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ സൈഡ് ഓഫ് ദി സ്ക്വയേഴ്സ്. സ്ക്വയേഴ്സിന്റെ സൈഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യാം ഇല്ല. അതായത് ഇവിടെ നോക്കിയേ, a+b എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, -12 ആണ്. ab എന്ന് പറഞ്ഞിരിക്കുന്നത് 32 ആണ്. മനസ്സിലായല്ലോ. അപ്പം എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നേരത്തെ ചെയ്തപോലെ തന്നെ അല്ലേ, a-b² ഈസ് ഈക്വൽ ടു a+b² മൈനസ് 4ab അല്ലേ, അത് വെച്ച് തന്നെ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -12² മൈനസ് 4 ഇൻറ്റു 32 ഈസ് ഈക്വൽ ടു 144 മൈനസ് 128 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 വരും. അതായത് a-b² ആണ് നമുക്ക് 16 കിട്ടിയത്. a-b എന്ന് വരുമ്പോൾ എത്ര വരും, 4 വരും. അപ്പം a-b 4 വന്നു. അപ്പൊ a-b എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രയാണ്, 4 വന്നു. അതുപോലെ തന്നെ a+b അവിടെ നേരത്തെ കിടപ്പുണ്ടായിരുന്നു, എത്രയാണ്, a+b ഈസ് ഈക്വൽ ടു -12 ആണ്. ദെൻ ആഡ് ചെയ്യുമ്പോൾ ബിയും പോവും. 2a ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും, 4 -12 വരും, അതായത് -8 വരും. a ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, -8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്ന് വരും. അതായത് എന്റെ വാല്യൂ എത്രയാണ് വന്നത്, -4 എന്ന് വന്നു ഇല്ലേ. a ഈസ് ഈക്വൽ ടു -4 എന്ന് വന്നു. ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അതായത് a+b ഈസ് ഈക്വൽ ടു -12 കൊടുക്കാം. ദാറ്റ് ഈസ് b ഈസ് ഈക്വൽ ടു -12 മൈനസ് a ആണ്, -12. ദെൻ a എന്ന് വെച്ചാൽ -4 ആണ്, അപ്പം -4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 പ്ലസ് 4 എന്ന് വരും, -12 പ്ലസ് 4 എന്ന് വരും. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു എത്ര വരും, -8 എന്നും വരും ഇല്ലേ. അപ്പം ബിയുടെ വാല്യൂ കിട്ടിയല്ലോ. അതായത് എയുടെ വാല്യൂ -4, ബിന്റെ വാല്യൂ എത്രയാണ്, -8 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു, x² മൈനസ് 12x പ്ലസ് 32 ആയിരുന്നു. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, x മൈനസ് 4 ഇൻറ്റു x മൈനസ് 8 എന്ന് എഴുതാം. x മൈനസ് 4 ഇൻറ്റു x മൈനസ് 8. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതി. അങ്ങനെ ആ ഒരു എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അതായത് x ഈക്വൽ ടു എത്ര വരും, 4 എന്നും വരും 8 എന്നും വരും. അപ്പൊ എക്സിന് 2 വാല്യൂ കിട്ടി, 8ഉം 4 എന്നുമാണ് കിട്ടിയത്. അപ്പൊ അത് നോക്കിയാൽ നമ്മള് സ്ക്വയറിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ 2 വാല്യൂ കിട്ടി, അതായത് 4, 8 എന്നും കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആദ്യമേ എഴുതിയായിരുന്നു 2 സ്ക്വയറിന്റെ കേസ് അല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ ആദ്യത്തെ സ്ക്വയറിനെ നമ്മൾ എക്സ് ആക്കി എടുത്തായിരുന്നു, രണ്ടാമത്തേന്റെ സൈഡ് y ആക്കി എടുത്തായിരുന്നു. അപ്പം സപ്പോസ് ആദ്യത്തെ നമ്മൾ എക്സിന്റെ വാല്യൂ ഒരു 4 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു x പ്ലസ് y ഈസ് ഈക്വൽ ടു 12 എന്ന് ഇല്ലേ, തൊട്ട് മുന്നേ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ അതിന് നമുക്ക് y-ന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. y ഈസ് ഈക്വൽ ടു 12 മൈനസ് x എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 4. അപ്പം 8 എന്ന് വന്നു. അതായത് y-ന്റെ വാല്യൂ എത്രയാണ്, 8 എന്ന് വന്നു. അതായത് ഇത് 4 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ y-ന്റെ വാല്യൂ എത്രയായിരിക്കും, 8 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പം സൈഡ്സ് നമുക്ക് എങ്ങനെ എഴുതാം, therefore the sides are sides are എത്രയാണ്, 4 സെന്റിമീറ്ററും അതുപോലെ തന്നെ 8 സെന്റിമീറ്ററും ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The perpendicular sides of a right angle triangle differ by 2. Area of a triangle is 24. Form an equation on x connecting the sides and area. Find the sides of the triangle എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലേ, ഒരു മട്ടത്രികോണമാണ് ഇല്ലേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അതിന്റെ സൈഡ്സ് എങ്ങനെയാണ്, ഡിഫർ ബൈ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡിഫറൻസ്, സൈഡ്സിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സപ്പോസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യണം. ഇത് എക്സ് ആണ്, ഇത് ഞാൻ എക്സ് പ്ലസ് ഡിഫർ ചെയ്തിരിക്കുന്ന സൈഡ്സ് ഡിഫർ ചെയ്തിരിക്കുന്ന രണ്ടിന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഇതെങ്ങനെയായിരിക്കും, x+2 എന്ന് എടുക്കാം. മനസ്സിലായല്ലോ പറഞ്ഞത്. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിൽ നമുക്കറിയാം ഏരിയ ഇല്ലേ. അപ്പം ഏരിയ എങ്ങനെയാണ്, ½ BH ആണ് കാണുന്നത്. അതിന് പിന്നെ സൈഡ്സ് നമുക്ക് എങ്ങനെ എഴുതാം,
സൈഡ്സ് ആർ എക്സ് ആൻഡ് എക്സ് പ്ലസ് ടു എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി എന്താണ് പറഞ്ഞത്? ഇനി ഏരിയ ഇല്ലേ? ഏരിയ നമുക്കറിയാം. ഏരിയ എന്ന് പറഞ്ഞ ഹാഫ് ഇല്ലേ? ഹാഫ് ബി എച്ച് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞതിന് എക്സ് ആക്കി എടുത്തു. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു അല്ലെ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം ഇക്വേഷൻ? 1/2 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 24. ഈ 1/2 കൂടെ ഞാൻ ഇങ്ങനെ അകത്തോട്ട് എടുക്കുവാണേ. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് എന്ന് വരും. ഈ 2 ഇൻറ്റു ക്യാൻസൽ ആയിട്ട് പോയിട്ട് പിന്നെ എക്സേ ഉള്ളൂ. പിന്നെ 24 ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ -24 ഈസ് ഈക്വൽ ടു 0. ഇവിടെ ബൈ 2 ഉള്ളതുകൊണ്ട് ഞാൻ എല്ലായിടത്തും കോമൺ ആയിട്ട് ഒരു 2 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ബൈ 2 പോകുമല്ലോ. അപ്പൊ എന്ത് വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ബൈ 2 പോകും. അപ്പൊ എത്രയാണ്? എക്സ് സ്ക്വയർ വരും. അപ്പൊ എല്ലായിടത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് 2x വരും. എത്ര വരും? -48 ഈസ് ഈക്വൽ ടു 0 എന്ന് തോന്നുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം ഇക്വേഷൻ ആണ് ഇല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചു ഇല്ലേ? സൈഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിച്ചു. എക്സ് സ്ക്വയർ പ്ലസ് 2x -48 ഈസ് ഈക്വൽ ടു 0 എന്ന് തോന്നുന്നു. ഇനി സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കണം ഇല്ലേ? ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2x -48 എന്നല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതുവാണ് കേട്ടോ. ഏതാ വരണമെന്ന് അറിയാൻ മേലെ 48 വരുന്നത്. അപ്പൊ ഞാൻ 1 8 1 6 എടുത്തു. അപ്പൊ മൈനസ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നോക്കുക. അപ്പൊ ഒരെണ്ണം മൈനസ് ആയിരിക്കും, ഒരെണ്ണം പ്ലസ് ആയിരിക്കും. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ 2 വരണം. അപ്പൊ ഞാൻ നോക്കിയാൽ വലുതിന്റെ അവിടെ ആയിരിക്കണം പോസിറ്റീവ് വരേണ്ടത്. അപ്പൊ ഇങ്ങനെ വരും. എക്സ് -6 എക്സ് പ്ലസ് 8 കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ A-B ഉണ്ടാകുമ്പോഴൊന്നും ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇപ്പൊ 2 ചെയ്ത് കാണിച്ചല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെ വരും? എക്സ് ഈക്വൽ ടു 6 എന്ന് വരും, -8 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ നെഗറ്റീവ് വാല്യൂ നമ്മളിവിടെ എടുക്കൂല. നെഗറ്റീവ് വാല്യൂ നമ്മൾ എടുക്കൂല. നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു സൈഡ് എക്സ് ഈക്വൽ ടു അതാണ് 6 വന്നു. അപ്പൊ ഇത് എത്ര വരും? 6 + 2 അതായത് 8 എന്നും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 2 സൈഡ് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു സൈഡ് 6 ആണ്, ഈ സൈഡ് 8 ആണ്. അപ്പം ഈ മൂന്നാമത്തെ സൈഡ് എങ്ങനെയാ വരുന്നത്? പൈതഗോറസ് അപ്ലൈ ചെയ്ത് വെച്ചാൽ പോരെ? അപ്പൊ മൂന്നാമത്തെ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ എങ്ങനെയാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പം 8 സ്ക്വയർ എന്ന് വരും. 36 പ്ലസ് 64 എന്ന് വരും ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വരും. അത് എച്ച് സ്ക്വയർ ആണ്. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 10 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ 3 സൈഡ് കിട്ടും. അപ്പൊ ഈ സൈഡ് എത്രയാണ്? 10 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? therefore the sides ഇല്ലേ? therefore the sides are എത്രയാണ്? 6 ഇല്ലേ? 6 സെന്റിമീറ്റർ ഉണ്ട്, 8 സെന്റിമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ ഉണ്ട്. ക്ലിയർ ആയാലോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ A-B എന്ന് പറഞ്ഞ ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതാണ്. നമ്മൾ 3-4 പ്രാവശ്യം ചെയ്തു. 3 പ്രോബ്ലത്തിന് വരെ ചെയ്തില്ല. സെയിം മെത്തേഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയാലും മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. Manju's age after 15 years will be the square of his age before 15 years. എന്താണ് പറയുന്നത്? മഞ്ജുവിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 15 വർഷത്തിന് ശേഷം എങ്ങനെയാണ് 15 വർഷത്തിന് മുന്നത്തെ ഏജിന്റെ സ്ക്വയർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ. എളുപ്പമാണ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. പറഞ്ഞിട്ടുണ്ട് ദ പ്രസന്റ് ഏജ് ഈസ് എക്സ് എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഏജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 15 years? അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് അല്ലെ? പ്രസന്റ് ഏജ് എത്രയാണ്? എക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നോക്കിയേ, ബിഫോർ അല്ലെ? ബിഫോർ എത്രയായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ ആഫ്റ്റർ, അതായത് 15 വർഷത്തിന് ശേഷം. അപ്പോൾ 15 വർഷത്തിന് ശേഷവും 15 വർഷത്തിന് മുന്നേ ഉള്ള ഏജ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ബിഫോർ എങ്ങനെയാണ് വരുന്നത്? ബിഫോർ അല്ലെ? ബിഫോർ 15 years എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് -15 എഴുതാം അല്ലെ? ആഫ്റ്റർ 15 years എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 15 എഴുതാം. ഇപ്പോഴത്തെ ഏജ് എക്സ് ആണ്. അപ്പം 15 വർഷത്തിന് മുന്നേ എക്സ് -15 ആണ്. 15 വർഷത്തിന് ശേഷം എങ്ങനെയാണ്? എക്സ് പ്ലസ് 15 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ദ ഗിവൺ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഇക്വേഷൻ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പറഞ്ഞിട്ടുണ്ട് ഏജ് ആഫ്റ്റർ 15 years. 15 yearsന് ശേഷമുള്ള ഏജ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വിൽ ബി ദ സ്ക്വയർ ഓഫ് ഹിസ് ഏജ് ബിഫോർ 15 years. അതെന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് 15 വർഷത്തിന് ശേഷമുള്ള ഏജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 15 വർഷത്തിന് മുന്നേ ഉള്ള ഏജിന്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് 15 ആണ് 15 വർഷത്തിന് ശേഷമുള്ള ഏജ്. അതെന്ന് പറഞ്ഞിരിക്കുന്നത്
15 വർഷത്തിന് മുന്നേ ഉള്ള ഏജിന്റെ സ്ക്വയറും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യുവാണ് വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 15 ഇസ് ഈക്വൽ ടു ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് എത്രയാണ് 30x എന്ന് വരും. 30x പ്ലസ് എത്രയാണ് വരുന്നത് 225 എന്ന് വരും. അപ്പൊ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് 225 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 15 എഴുതി. ഓർ എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് 225 ഇതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. മൈനസ് എക്സ് മൈനസ് 15 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ദെൻ എക്സ് സ്ക്വയർ ഇവിടെ 30x ഉണ്ട് എക്സും ഉണ്ട്. അപ്പൊ അതിന് മൈനസ് 31x രണ്ടും സെയിം സൈൻ അല്ലേ. രണ്ടും സെയിം സൈൻ ആകുമ്പോൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ദെൻ പിന്നെ 225 15 വരും ഇല്ല. അപ്പൊ എത്രയാണ് വരുന്നത് പ്ലസ് 210 വരും. 210 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയല്ലോ. ഇക്വേഷൻ ഏതാണ് ഇവിടെ വന്നത്? എക്സ് സ്ക്വയർ മൈനസ് 31x പ്ലസ് 210 ഈസ് ഈക്വൽ ടു 0 എന്ന് തോന്നുന്നു. ഇനി നമുക്ക് a മൈനസ് ബി ആ ഫോർമാറ്റിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താന്ന് നോക്കി 210 വരണം. 210 വരണം. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 വരണം. ആഡ് ചെയ്യുമ്പോൾ ഇല്ലേ എത്രയാണ് വരുന്നത് 31 വരണം. അപ്പൊ നമുക്ക് ഏതൊക്കെ വരാം? 210 വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് 21ഉം 10 എടുക്കാമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? 21ഉം 10 എടുത്തു. അപ്പം 210 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 വരും. ഞാൻ നോക്കിയേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ നോക്കിയാൽ 31 വരുമല്ലോ. ഇവിടെ പ്ലസ് ആ കിടക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടും മൈനസ് ഇട്ട് കഴിയുമ്പോൾ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 210 വരും. അതാ നോക്കിയാൽ രണ്ടും മൈനസ് ആണ്. ആഡ് ചെയ്യുമ്പോൾ 31 ഒന്നും വന്നില്ല. 21ഉം 10 31 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഏതൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 21 എന്നും വന്നു. അതുപോലെ തന്നെ 10 എന്നും വന്നു. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് 21 വന്നു 10 വന്നു. ഇതിൽ ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? 21 അല്ലേ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം 10 വന്നു കഴിഞ്ഞാൽ 10 മൈനസ് 15 നെഗറ്റീവ് വാല്യൂ വരികയല്ലേ ബിഫോർ ഏജ്. അങ്ങനെ ഒരു വാല്യൂ ഇല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് 21 അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. 21 ആകുമ്പോൾ 21 മൈനസ് 15 വരും. ഒരു ഏജ് ഉണ്ട്. ഇപ്പൊ 10 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 10 മൈനസ് 15 വരും. അങ്ങനെ ഒരു ഏജ് ഉണ്ടോ? നെഗറ്റീവ് വാല്യൂ വരികയല്ലേ. 0നേക്കാൾ താന്നു പോയല്ലോ. അപ്പൊ ആ ഏജ് എടുക്കാൻ പറ്റിയല്ല. അപ്പൊ നമുക്ക് 21 ഉള്ളു എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? therefore നമുക്ക് എങ്ങനെ എഴുതാം? അക്സെപ്റ്റബിൾ കേട്ടോ. അക്സെപ്റ്റബിൾ ഏജ്, അക്സെപ്റ്റബിൾ പെർസെന്റേജ് കേട്ടോ. പെർസെന്റേജ് ഇല്ലേ. പെർസെന്റേജ് എത്രയാണ്? ഈസ് 21 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ആലോചിച്ച് നോക്കി വെച്ച് ആദ്യമേ ഇക്വേഷൻ ഫോം ചെയ്യാൻ നോക്കുക. അതിൽ നിന്ന് ചെയ്യുക കേട്ടോ. നിങ്ങൾ a മൈനസ് ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ സമയം എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രാവശ്യം കുറച്ച് ഇക്വേഷൻ ഒക്കെ കാണുമ്പോഴേ മനസ്സിലാകാൻ സാധിക്കും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് വരണം, ആഡ് ചെയ്യുമ്പോൾ ഇത് വരണം എന്ന് ഓർത്തേച്ചാണ് ഇവിടെ കിടക്കുന്നത്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇതും വരണം, എ ബിയും വരണം. ആ ഒരു ഫോർമാറ്റ് നിങ്ങളൊന്ന് ഓർത്തേച്ചാൽ മതി. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ a മൈനസ് ബി ചെയ്യുന്ന ഇച്ചിരി എക്സ്പാൻഷൻ അല്ലേ, ഇച്ചിരി സമയം കൂടുതൽ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി വെച്ച് മനസ്സിലാക്കി ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.